കഠിനാധ്വാനികളായവരുടെ വിജയം എന്നും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. അമ്പരപ്പിക്കുക മാത്രമല്ല, നമ്മളിലേക്ക് പ്രതീക്ഷ നിറയ്ക്കുന്നതുമാണ് ഇത്തരത്തിലുള്ള വിജയകഥകൾ. എന്നാൽ അത്തരത്തിൽ വിജയിച്ച ഒരാളുടെ പ്രായം 17 വയസ്സാണെന്നറിയുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവുന്നുണ്ടോ? ആ വിജയി അൽ സാബിത്താണെന്നറിയുമ്പോഴോ? ഉപ്പുമുളകും എന്ന സീരിയലിലൂടെ നമ്മളുടെ എല്ലാവരുടെയും മനം കവർന്ന കേശു എന്ന അൽ സാബിത്തിന്റെ ജീവിതം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. വീട്ടിലെ കടങ്ങൾ വീട്ടി സമാധാനമായി ജീവിക്കുവാനാണ് അൽ സാബിത്ത് എന്ന 7 വയസ്സുകാരൻ ജോലിക്ക് പോയി തുടങ്ങിയത്. ടെലിവിഷൻ പരമ്പരയിൽ അൽ സാബിത്ത് അവതരിപ്പിച്ച കേശു എന്ന കഥാപാത്രം വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി. അതോടുകൂടി അൽ സാബിത്തിന് തൻ്റെ കലയിൽ വിശ്വാസം വന്നു. പിന്നീട് അഭിനയിച്ചത് വെറും ജോലിയായല്ല, ആ കലയാണ് ഇത്രയും ഉയരത്തിൽ അൽ സാബിത്തിനെ എത്തിച്ചത്. ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ നേടിയെടുത്തതിനെക്കുറിച്ചും കേട്ട പരിഹാസങ്ങളെക്കുറിച്ചും അൽ സാബിത്ത് ഒരു മാധ്യമത്തിലൂടെ തുറന്നു പറയുകയാണ്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ താണ്ടിയാണ് വീട്ടിലെ വലിയ കടം വീട്ടിയത്. പണ്ട് വീട്ടുകാർക്ക് ഒരു കച്ചവടമുണ്ടായിരുന്നു. അതിലുണ്ടായ നഷ്ടവും വീട് പണിതപ്പോഴുണ്ടായ കടവുമെല്ലാം പെരുകി വലിയൊരു ബാധ്യതയായി. കഷ്ടപ്പാടിൻ്റെ സമയത്ത് താനും ഉമ്മയും മാത്രമായിരുന്നു വീട്ടിൽ. അങ്ങനെ അന്നത്തെ കടം വീട്ടിയപ്പോൾ കിട്ടിയ സന്തോഷവും ആത്മവിശ്വാസവും ചെറുതല്ല. അതിനുശേഷം ഈ അടുത്ത് ഒരു കാറ് വാങ്ങി. ഉമ്മയ്ക്ക് കൂടി ഇഷ്ടപ്പെട്ട കാറായിരുന്നു അത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിജയങ്ങളാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ആ കൊച്ചുമിടുക്കൻ പറയുന്നു. കുട്ടികളെല്ലാം കളിച്ചു നടക്കുന്ന പ്രായത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ആളാണ് അൽ സാബിത്ത്. 4 വയസ്സുള്ളപ്പോൾ ഒരു സംഗീത ആൽബത്തിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും അഭിനയത്തെ ജോലിയായി കണ്ടു തുടങ്ങിയത് ടെലിവിഷൻ പരമ്പര ചെയ്തു തുടങ്ങിയപ്പോൾ മുതലാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാര്യമായി അഭിനയിക്കുവാൻ തുടങ്ങിയത്. പിന്നീട് തങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗമായി. ഇപ്പോൾ ചിലരൊക്കെ അൽ സാബിത്താണ് പ്രചോദനം എന്നെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, ഒപ്പം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു. തനിക്കും തൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെ പോലെ കളിച്ചു നടക്കുന്നത് കാണാൻ തന്നെയാണ് ഇഷ്ടം. എന്നാൽ ജീവിത സാഹചര്യങ്ങളാണ് തന്നിലെ പക്വതയുള്ള കുട്ടിയെ പുറത്തെടുത്തതെന്ന് പറയുന്നു അൽ സാബിത്ത്. തന്നെ പോലെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കേൾക്കേണ്ടി വരുന്നിട്ടുള്ള കാര്യമാണ് ഇവർക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ്, കുട്ടിത്തമില്ല എന്നൊക്കെ. ശരിക്കും ഞങ്ങൾ കുട്ടികൾ തന്നെയാണ്. കുട്ടികളുടേതായ ചിന്തകളും വിചാരങ്ങളും ഒക്കെ ഞങ്ങൾക്കുമുള്ളൂ. എന്നാൽ കുട്ടികളെപ്പോലെ എപ്പോഴും പെരുമാറാൻ പറ്റുന്ന ജീവിതമല്ല തങ്ങളുടേത്. കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കേണ്ടയിടത്ത് അങ്ങനെ പറഞ്ഞല്ലേ മതിയാകൂ. എല്ലായ്പ്പോഴും അല്പം ജാഗ്രതയുണ്ടാകാറുണ്ട്. നിൽക്കേണ്ടതുപോലെ നിൽക്കാനും ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളിലും അല്പം ഗൗരവമുണ്ടാകും. അതിനപ്പുറത്തേക്ക് തൻ്റെ മനസ്സിലെ കുട്ടിത്വത്തിനെങ്ങും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അൽ സാബിത്ത്. ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞും പരിഹരിച്ചും വളരുമ്പോൾ നമുക്കൊരു പാകതയൊക്കെ വരും. അതിനെ തന്തവൈബ് എന്ന് വിളിക്കുന്നത് തൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയല്ലേ. അവരുടെ മാനസികാവസ്ഥയൊക്കെ തനിക്ക് മനസ്സിലാകും. അതിൽ വ്യക്തിപരമായി പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. സാധാരണ കുട്ടികൾ എപ്പോഴും അവരുടെ പ്രായക്കാരുമായാണ് ഇടപെടുന്നത്. ഞാൻ കുട്ടിക്കാലം മുതൽ ഇടപെടുന്നത് എന്നേക്കാൾ ഇരട്ടിയിലധികം പ്രായമുള്ളവരോടാണ്. പല ജോലികൾ ചെയ്യുന്ന ആളുകളുമായാണ്. അപ്പോൾ എല്ലാവരോടും കുട്ടിക്കളി മതിയാകില്ല. എല്ലാവരോടും തുറന്നടിച്ച് സംസാരിക്കുവാനും പറ്റില്ല. അങ്ങനെ വളർന്നതിൽ വിഷമം തോന്നിയിട്ടില്ല എന്നും പറയുന്നു അൽ സാബിത്ത്. അഭിനയത്തോടൊപ്പം തന്നെ പഠനവും തനിക്ക് പ്രധാനമാണ്. ട്യൂഷന് പോകുന്നു, വീട്ടിലെത്തി പഠിക്കുന്നു, എല്ലാം കൂടി താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ചില കുട്ടികൾ പറഞ്ഞു കേൾക്കുമ്പോൾ ചിരി വരും. താൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പഠനവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉമ്മയും അധ്യാപകരും ഒരുപാട് സഹായിച്ചു. വളരെ നല്ല മാർക്കിലാണ് ഞാൻ ഓരോ ക്ലാസ്സും പാസ്സായത്. ഇപ്പോൾ +2 പഠിക്കുന്നത്. ഇനി പൊളിറ്റിക്സിൽ ഡിഗ്രി ചെയ്യാനാണ് താല്പര്യം. കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന തത്വത്തിലാണ് താൻ വിശ്വസിക്കുന്നതെന്നും അൽ സാബിത്ത് പറയുന്നു. അതുകൊണ്ട് തൻ്റെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല. വളരെ വലിയ സ്വപ്നങ്ങൾ ഇന്നും തൻ്റെ മനസ്സിലുണ്ട്. അതിലൊരു കുഞ്ഞു സ്വപ്നമാണ് ഒരു വാഹനം വാങ്ങിച്ചതിലൂടെ നേടിയെടുത്തതെന്നും അൽ സാബിത്ത് പറയുകയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണ് തനിക്കിഷ്ടം. ഇപ്പോഴുള്ള കാർ തനിക്ക് വാങ്ങാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ലതാണ്. ഒരുപാട് ആഗ്രഹിച്ചാൽ അതെല്ലാം വഴിയെ നടക്കും എന്നാണല്ലോ. ഇനിയും വാങ്ങാൻ കൊതിയുള്ള വാഹനം റേഞ്ച് റോവറാണ്. എല്ലാ സ്വപ്നങ്ങളും നടക്കും. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. ആ മനസ്സ് തനിക്ക് ആവോളമുണ്ട്. തൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ തൻ്റെ അമ്മയെ ഒരു രാജ്ഞിയായി വാഴിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ആ കൊച്ചുമിടുക്കൻ പറഞ്ഞു വെക്കുന്നു. ന്യൂസ് ഡെസ്ക് 24 ന്യൂസ് മലയാളം.